the most important thing we can do is to reduce demand for drugs. And the only way that we reduce demand is if we're providing treatment and thinking about this as a public health problem and not just a criminal problem. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. ഡ്രഗ് അഡിക്ഷൻ ഈസ് എ ഹെൽത്ത് പ്രോബ്ലം, നോട്ട് എ ക്രിമിനൽ പ്രോബ്ലം. 2016 ഡ്രഗ് അബ്യൂസ് സമ്മിറ്റ് ഇൻ അറ്റ്ലാന്റ ആ ഒരു ഉച്ചകോടിയിൽ ബറാക് ഒബാമ പറഞ്ഞാണ് അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഹെറോയിൻ ഉപയോഗത്തെക്കുറിച്ചിട്ടും പ്രിസ്ക്രിപ്ഷൻ ഒപ്പിയോയിഡിന്റെ അമിത ഉപയോഗത്തെക്കുറിച്ചിട്ടും അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചിട്ടുമൊക്കെ ആയിരുന്നു ആ ഒരു ഉച്ചകോടിയിൽ അവർ ചർച്ച ചെയ്തത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അധികമായിട്ടും കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന കടുത്ത ചില പ്രവർത്തനങ്ങളുണ്ട്, പ്രഹസനങ്ങളുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നിട്ട് മാധ്യമങ്ങളിൽ നിന്നിട്ട് ഡ്രഗ് അബ്യൂസിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേയധികം പരിപാടികൾ. ഇവരുടെ ഈ ഒരു പ്രഹസനങ്ങൾ കാരണം ഉണ്ടാവുന്ന വിപരീത ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലധികമാണ്. ഡ്രഗ് അബ്യൂസ് ഈസ് എ ഹെൽത്ത് പ്രോബ്ലം, നോട്ട് എ ക്രിമിനൽ പ്രോബ്ലം എന്നുള്ളത് WHO പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഉപയോഗിക്കുന്ന ആളുകൾ ബലഹീനരായിട്ടുള്ള ആളുകളാണ്. വിൽക്കുന്നത് തടയണം, അവൈലബിലിറ്റി കുറയ്ക്കണം, അതേപോലെ തന്നെ ഇത് വാങ്ങേണ്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് കോമൺ സെൻസ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ചില പ്രഹസനങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു സംവിധാനങ്ങളിലൊന്നും കോമൺ സെൻസ് ഉള്ള ആളുകളില്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. പോലീസും എക്സൈസും ഒക്കെ വലിയ റെയ്ഡും സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് പല പ്രമുഖ കലാകാരന്മാരുടെയും വീടുകളിൽ കയറി ഇറങ്ങുകയാണ്. 2, 3, 5 ഗ്രാമും ഒക്കെ ആയിട്ട് അവർ വലിയ അകമ്പടിയോടെ ക്യാമറകൾക്ക് നടുവിലൂടെ നടന്നു പോവുകയാണ്. എന്തോ വലിയൊരു ക്രിമിനൽ ഒഫൻസ് ചെയ്തതുപോലെയുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ്. ഞങ്ങളിത് തടയാൻ വേണ്ടി 5 ഗ്രാമുമായിട്ട് ഇന്ന കലാകാരനെ പിടിച്ചു എന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ്. ചില ഡീലർമാരെ പിടിക്കുന്ന സമയത്ത് അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ വീടുകളിൽ കൂടി നിരങ്ങുന്നതിന് മുൻപ് എവിടെ നിന്നാണ് ഈ ഒരു സാധനം വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഉത്സാഹമൊന്നും ഞാൻ കാണുന്നില്ല. ഇതൊരു തരം പ്രഹസനമാണ്. ഗവൺമെന്റിന് ശക്തമായിട്ടുള്ള പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത്യാവശ്യം ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളുടെ വീടുകളിൽ കയറി നിരങ്ങുക. അത്യാവശ്യം വായനയുള്ള ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനെങ്കിലും വിരുന്ന് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മിനിമം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഡ്രഗ് അബ്യൂസ് ഒരു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കൂട്ടം ആളുകളിലേക്ക് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് കൊണ്ടല്ല. ആ സമൂഹത്തിന് മുഴുവൻ അനാരോഗ്യകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ആ ഒരു ഡ്രഗ് അബ്യൂസ് കാണിച്ചു കൊടുക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രശ്നം, വളരെ മോശം ക്വാളിറ്റി ഓഫ് ലൈഫുള്ള ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന, വരുമാനം ഒന്നിനും തികയാതെ വരുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാര്യമായിട്ട് തന്നെ ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളിലെ ആ ഒരു താളപ്പിഴകൾ, ലൈഫിലെ അൺസർട്ടനിറ്റികൾ, ഇതെല്ലാം കോമൺ ആയിട്ട് ഒരു സമൂഹത്തെ ബാധിക്കുന്ന സമയത്താണ് ആ ഒരു സമൂഹത്തിൽ ഡ്രഗ് അബ്യൂസിന്റെ ഒരു അനുപാതം ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. മുഴുവനൊന്നും ഈ ഒരു വീഡിയോ കേൾക്കാനായിട്ടുള്ള ക്ഷമയൊന്നും പല ആളുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യം പറയുകയാണ്, നമ്മൾ ഈ 5-6 ഗ്രാമുമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ബലഹീനരായിട്ടുള്ള ആളുകൾ, പലരും ബലഹീനത കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കുന്നത്. അഡിക്റ്റായി പോയി, അതൊരു ബലഹീനതയാണ്. ഈ നാട്ടിലെ എല്ലാ ആളുകളും വലിയ പ്രശ്നമായിട്ട് നടക്കുകയാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ മോശമായിട്ടുള്ള മരണമുണ്ട്, അവരുടെ ജീവിതം തകർന്നു പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് നിർബന്ധിതരാവുന്നത് അവരുടെ ബലഹീനത കൊണ്ടാണ്. ആ ബലഹീനരായിട്ടുള്ള ആളുകളെ പോലീസ് അകമ്പടിയോടെ വലിയ മാധ്യമ ശ്രദ്ധ കൊടുത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വലിയ ക്രിമിനലായിട്ട് അങ്ങ് ചിത്രീകരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കലാകാരന്മാരും അതേപോലെ തന്നെ പ്രമുഖ വ്യക്തികളുമൊക്കെ ഇത് ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ ആളുകൾ ഇങ്ങനെ കണ്ട് ഇത് നോർമലൈസ്ഡ് ആയി പോകും. ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 5-6 ഗ്രാമും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു, തിരിച്ച് വരുന്നു. ഇതിങ്ങനെ ഒരു നോർമൽ പ്രോസസ്സായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് മാറപ്പെടും. ചില ആളുകൾ ഈ വഴിയിൽ നിന്ന് ധൈര്യമായിട്ട് സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വഴിയിൽ നിന്നങ്ങ് വലിക്കും. ഇപ്പോൾ പോലീസ് ഒരു 90% കേസുകളിലും പെട്ടെന്ന് എല്ലായിടത്തും എത്താറില്ല. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പെറ്റി കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. നോർമലൈസ്ഡ് ആയിപ്പോയി. അതേപോലെ തന്നെ മദ്യപിച്ചിട്ട് പല ആളുകളും വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് പല ആളുകളും വിചാരിക്കുന്നത് ഓക്കെ ഫൈൻ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാമല്ലോ എന്നുള്ളതാണ്.
പലതും ഇങ്ങനെ നോർമലൈസ്ഡ് ആയി പോകും ഈ അമിത ആവേശം കാണിക്കുന്ന സമയത്ത്. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് വേട്ടയാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സംസ്ഥാനത്തെ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് വളരെ സീരിയസാണ്. കാരണം വിൻസി എന്താ പറഞ്ഞത്? ഒരു വൈറ്റ് പൗഡർ തുപ്പുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. രാസലഹരിയാണ് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. WHO ലോകവ്യാപകമായിട്ട് പല ഹെൽത്ത് എക്സ്പേർട്ടുകളും ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ പലതവണ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്രഗ് അബ്യൂസ് ഒരു ഹെൽത്ത് പ്രോബ്ലമാണ്, അതൊരു ക്രിമിനൽ പ്രോബ്ലം അല്ല എന്നുള്ളത്. ഇതിനൊരു ക്രിമിനൽ പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സമൂഹത്തിൽ വീണ്ടും അവർ ഒറ്റപ്പെടും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഡ്രഗ് അബ്യൂസിലേക്ക് വരുന്നത് പല ആളുകളും, എന്തുകൊണ്ടാണ് അവർക്ക് അഡിക്ഷനിൽ നിന്ന് മാറാനായിട്ട് പറ്റാത്തത് എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മാനസികാരോഗ്യത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വീണ്ടും ഒറ്റപ്പെടുത്തുന്നത് വഴി, അവരെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് വഴി, അവരുടെ തൊഴിലവസരങ്ങൾ, അവരുടെ സമൂഹത്തിൽ ഇടപെടാനായിട്ടുള്ള സാധ്യതകളെ അടയ്ക്കുന്നത് വഴി നിങ്ങൾക്ക് അവരെ ഒരിക്കലും മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. വീണ്ടും അവർ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് പോവുകയും അവർ അതിലും കൂടുതൽ ലഹരി റിസ്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നിർബന്ധിതരാവുകയും ചെയ്യും. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന കാര്യം പണിഷ്മെന്റുകളിൽ മാത്രം കാണിക്കുന്ന, ആളുകളെ പണിഷ് ചെയ്യുന്നതിൽ മാത്രം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തൂക്കിക്കൊല്ല്, വെട്ടിക്കളയ്, അതേപോലെ തന്നെ അവൻ്റെ തൊഴിലവസരങ്ങൾ നശിപ്പിക്കുക, അവനെ നാടുകടത്ത് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് പണിഷ് ചെയ്യുന്ന കാര്യത്തിലാണ്. ഈ പണിഷ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടികൾ പോലും നന്നാവത്തില്ല എന്നുള്ളത് കാലങ്ങൾ തെളിയിച്ച ഒരു കാര്യമാണ്. കുഞ്ഞിലെ തൊട്ട് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന തല്ലു വാങ്ങുന്ന കുട്ടി നന്നായിട്ടുള്ള ചരിത്രം വളരെ കുറവാണ്. അവൻ അവസാനം അപ്പനെയും അമ്മയും തല്ലിയിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. തിരിച്ചടിക്കുന്നത് വരെ തല്ലിക്കൊണ്ടിരുന്നിട്ട് ആ ഒരു പണിഷ്മെന്റ് കറക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ചിലപ്പോൾ അയാളുടെ ഭാവി ഇല്ലാതായി പോവും, അല്ലെങ്കിൽ അയാൾ തന്നെ ഇല്ലാതായി പോവും. കടുത്ത ശിക്ഷകൾ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കോടതി തൂക്കുകയറൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്? റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്ന കേസുകളിലാണ് തൂക്കുകയർ കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് അധികം ആളുകൾ ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കുന്നു. റെയറസ്റ്റ് ഓഫ് റെയർ അല്ലാത്ത വർദ്ധിച്ചു വരുന്ന എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ സ്ട്രിക്റ്റർ പണിഷ്മെന്റ് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന് വലിയ റിസൾട്ടൊന്നുമില്ല, അത് പ്രൂവൺ അല്ല. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിമിനലൈസേഷൻ, ഡ്രഗ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ ക്രിമിനൽ ഒഫൻസിൽ പെടുത്തി അവർക്കെതിരെ ഒരു ക്രിമിനൽ ആക്ഷൻ എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? ഡ്രഗ് അബ്യൂസ് കാര്യമായിട്ടുള്ള ഏത് സ്ഥലങ്ങളോ കൂട്ടങ്ങളോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഈ എപ്പോഴും ആളുകൾ കളിയാക്കി പറയാറില്ലേ, കൂലിപ്പണിക്കൊക്കെ പോകുന്ന പല ആളുകളും പണ്ടൊക്കെ മദ്യപിച്ച് അവരുടെ സമ്പത്തൊക്കെ നശിപ്പിച്ച് കളയാറുണ്ടായിരുന്നു എന്നുള്ളത്. അവർക്ക് ദാരിദ്ര്യമുണ്ട്, കൂലിപ്പണിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും അവർ ഈ സബ്സ്റ്റൻസ് അബ്യൂസിലേക്കും ഡ്രഗ് അബ്യൂസിലേക്കും ആൽക്കഹോൾ അബ്യൂസിലേക്കും ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഡ്രഗ് അബ്യൂസിലേക്ക് നയിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കലാകാരനെ ഒരു 5-6 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിച്ച് അയാളുടെ റെപ്യൂട്ടേഷനും അതേപോലെ തന്നെ അയാളുടെ കരിയറും ഇല്ലാതാക്കുന്ന സമയത്ത് ചെയ്യുന്നത് നന്മയാണോ, ചെയ്യുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയാണോ, അതോ വ്യക്തിവൈരാഗ്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അയാളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഡ്രഗൊക്കെ ഉപയോഗിച്ചിട്ട് അത് നിർത്താനായിട്ട് കഷ്ടപ്പെടുന്ന പല ആളുകളും മറ്റുള്ള ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്. ദയവ് ചെയ്ത് ഇത് ഉപയോഗിച്ച് തുടങ്ങരുത്. സിഗരറ്റ് വലിയൊക്കെ ഇങ്ങനെ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും പല ആളുകൾക്കും സിഗരറ്റ് കൊടുക്കില്ല. കാരണം അവർക്കതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ അറിയാം. ഈ വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഒരു വേദിയിൽ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം നെഞ്ചിൽ തട്ടി ഉള്ളിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. നമ്മുടെ അയൽവാസിനെ സ്നേഹിച്ച്, നമ്മുടെ അപ്പനെ അമ്മനെ സ്നേഹിച്ച്, എടാ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കുന്നതാണ്. മക്കളെ പ്ലീസ്, ഗവൺമെന്റ് ഇപ്പൊ ഇത് വേടനെന്ന് പറയുമ്പോഴേ മൈരെ ഇത് വേടനെ ഇത് പറയുമ്പോഴേ സ്റ്റേജിൽ കയറി നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേടനൊക്കെ സ്റ്റേജിൽ കയറി പറയണേ, മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണ മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ, എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയോ, അമ്മമാരൊക്കെ ഇതിനകത്താണെന്നേ. ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ.
അദ്ദേഹത്തിന് ബാക്കിയുള്ള ആളുകൾ ആ ഒരു ബലഹീനതയിൽ വീണ് പോകരുതെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാം. ഇപ്പം നിങ്ങളിൽ പല ആളുകളുടെയും പേരൻസൊക്കെ മദ്യപിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അതിലൊരു 90% ആളുകളും മക്കൾക്കത് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകളൊക്കെ വളരെ മിതമായിട്ട് ഉപയോഗിക്കുന്ന പല ആളുകളും മക്കളും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ അഡിക്ഷൻ്റെ ബുദ്ധിമുട്ട് കുടുംബത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അതിൽ നിന്ന് വിട്ടുമാറാൻ കഷ്ടപ്പെടുന്ന ആളുകൾ അത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അവരത് റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്ന ആ ഒരു ഉപദേശങ്ങൾ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും ഉപയോഗിക്കാത്ത, ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, നാച്ചുറലി അതുമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ വെറുതെ ഉപദേശം കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇതിൽ നിന്ന് മാറിയിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്താണ്. ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പുകവലി നിർത്തിയതിനെ കുറിച്ചിട്ട് ഒരു വേദിയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സമൂഹത്തിനെതിരെ ഒരു തെറ്റ് ചെയ്തേക്കാം, സമൂഹത്തെ തിന്മയിലേക്ക് നയിച്ചേക്കാം, ഒരു ക്രിമിനൽ ആക്ട് ചെയ്ത് നിർവൃതി അടഞ്ഞേക്കാം എന്നുള്ള ചിന്തയിലൊന്നുമല്ല ഒരു ബലഹീനനായിട്ടുള്ള വ്യക്തി ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നത്, അയാൾ കഞ്ചാവോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു തകർന്ന മനുഷ്യൻ്റെ ഒരു ലക്ഷണമായിരിക്കാം പലപ്പോഴും ഒരു ഡ്രഗ് അബ്യൂസ്. അദ്ദേഹത്തിന് കുറേയധികം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം, ട്രോമ, ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. അതിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതാണ് അയാളെ ഇങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത്. ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ, വിയേഡൻ, ഖാലിദ് റഹ്മാൻ, ഇങ്ങനെ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുന്ന പ്രമുഖ കലാകാരന്മാരുടെ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ്. എന്തോ വലിയ അതിശയകരമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ സെൻസിൽ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കാം കലാമേഖലയിൽ, സിനിമാ മേഖലയിൽ ഇതിൻ്റെ ഉപയോഗം കൂടുന്നത്? അത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലവുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ലൈഫിലെ അൺസർട്ടനിറ്റികൾ, നെക്സ്റ്റ് എന്ത് എന്നുള്ള വലിയ ചോദ്യവുമായിട്ടാണ് പലപ്പോഴും ഈ സിനിമാ മേഖലയിലുള്ള കലാകാരന്മാർ നടക്കുന്നത്. ഒരു സിനിമ ചെയ്തു, സക്സസ് ആയി, അപ്പം അടുത്ത സിനിമ ചെയ്യണം, അതൊരു വലിയ പ്രഷറാണ്. ഈ ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതുകൊണ്ട് കിട്ടിയ പ്രതീക്ഷയുടെ അമിതഭാരം പേറിക്കൊണ്ടാണ് പലപ്പോഴും കലാകാരന്മാർ മുന്നോട്ടേക്ക് പോകുന്നത്. അതേപോലെ കലാകാരന്മാരെ മിക്കവരെയും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവരിൽ പല ആളുകൾക്കും ഒരു ചിന്തയുണ്ട്, ഒരു പരിധിവരെയൊക്കെ അത് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഓരോ കലാകാരനും അതേപോലെ തന്നെ ഹൈപ്പുള്ള ഒരു സിനിമ വ്യവസായിക്കും ഒരു സമയമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ആ ഒരു സമയത്ത് മാക്സിമം വർക്ക് ചെയ്യണം. എവിടെയെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നീട് ഉയർത്ത് വരാനായിട്ട് പലപ്പോഴും സാധിച്ചൊന്നും വരില്ല. അപ്പോൾ ആ ഒരു പ്രഷർ അവർക്കുണ്ട്. അതേപോലെ തന്നെ ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനാണ് എന്നുണ്ടെങ്കിലും ഫാമിലി വ്ളോഗേഴ്സിനാണ് എന്നുണ്ടെങ്കിലും സിനിമാക്കാർക്കാണ് എന്നുണ്ടെങ്കിലും കണ്ടന്റ് എന്ന് പറയുന്നത് ചിന്തിച്ച് കുറേ ആലോചിച്ച് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് പല സാഹചര്യങ്ങളിലും. ഈ ആലോചന എന്ന് പറയുന്നത് കടുത്ത മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ആലോചനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഏതെങ്കിലും വഴി നല്ല കുറച്ച് ആലോചനകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പല ആളുകളും ഡ്രഗിനെ ആശ്രയിക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിജയ സിനിമയ്ക്ക് ശേഷമുള്ള അടുത്ത സിനിമയ്ക്ക് വേണ്ടിയോ ശക്തമായിട്ട് കണ്ടന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില ആളുകൾ പറയുകയാണ് ഇന്ന സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലത് കിട്ടുമായിരിക്കും. അയാളുടെ ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അയാളത് ട്രൈ ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് സൈഡ് ഇത്തിരി വീക്കാണ് എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ, കലാമേഖലയിൽ ഇതിൻ്റെ ഉപയോഗം വരുന്ന സമയത്ത് ആളുകൾ ചുമ്മാൻ ആവശ്യമായിട്ട് ഈ പ്രമുഖ വ്യക്തികൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് മാതൃകയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയം ഉണ്ടാക്കാറുണ്ട്, അവരെ അധിക്ഷേപിക്കാറുണ്ട്, അവരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കലാകാരന്മാരിൽ പല ആളുകളും അവരുടെ ആ ഒരു കലാസൃഷ്ടിയെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുകയും അവർ ആ ഒരു മേക്കിങ്ങിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മളെയൊക്കെ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തൻ്റെ പണിയെടുത്ത് ജീവിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ നല്ലൊരു മോഡലാവാൻ വേണ്ടി ഒന്നും ആയിരിക്കില്ല അവർ ആ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കെട്ടിമാറാപ്പൊന്നും ഈ പുതിയ കലാകാരന്മാർക്കില്ല, അവരങ്ങനെ ചിന്തിക്കാറുമില്ല. ഈ സാധാരണ കലാകാരന്മാർ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടുത്ത സ്ട്രെസ്സിലാണ്. പല ആളുകളെയും പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതിൻ്റെ ഒരു കോമൺ കോസ് എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളുമാണ്. പിന്നെ അതേപോലെ തന്നെ ഡിലേ, അൺസർട്ടനിറ്റി, ഒരവസരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നീണ്ട കാലയളവാണ്. ഇതിനിടയിലൊക്കെ കടുത്ത മാനസിക സംഘർഷമാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ടുള്ള ആളുകൾ, സിനിമയിൽ അവസരങ്ങൾ തേടി നടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ സിനിമാക്കാരുടെ കൂടെ ഇന്ന് രക്ഷപ്പെടും നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ, ഇവിടെ എല്ലാം വലിയ ഡിലേകളുണ്ട്. ഒരു സിനിമ ഒന്ന് ആലോചിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി തന്നെ എത്ര തവണ വെറുതെ വട്ടം കൂടിയിരുന്ന് കാര്യങ്ങൾ ചെയ്യണം. വേറെ ഒരു ജോലിയിലും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ഇത്ര കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന യാത്രകൾ, സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആലോചിച്ച് ചെയ്യുന്ന
അല്ലെങ്കിൽ ചർച്ചകൾ ഇത്രയധികം ചെയ്യുന്ന ഒരു പരിപാടി ഒന്നും കാണാറില്ല. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പം മെൻ്റൽ ഹെൽത്ത് സൈഡ് വീക്കാണ് എന്നുണ്ടെങ്കിൽ ബലഹീനരായിട്ടുള്ള പല വ്യക്തികളും കൂടുതലുള്ള ആളുകളുടെ ചില അഡിക്ഷൻസിനെയൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡി അഡിക്ഷൻ സെന്റർ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അഡിക്ഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന വീനിങ് എന്ന് പറയും, മദ്യപാനം, LSD അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ ഉപയോഗിക്കുന്ന, കറുപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന, കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നത്. എന്നിട്ട് അതിനെയാണ് ആദ്യം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് പാവം പിടിച്ചവരെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കും. എല്ലാ ലഹരികളെയും എതിർക്കുന്ന കൂട്ടത്തിൽ ഞാൻ എതിർക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഞ്ചാവ്. കഞ്ചാവിന് ഒരു ഗേറ്റ് വേ ഡ്രഗായിട്ടാണ് ഞാൻ പേഴ്സണലി ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. കഞ്ചാവിൽ തുടങ്ങി പല ആളുകളും രാസലഹരിയിലേക്ക് പോവാറുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു വാർത്തയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കാറില്ല, രാസലഹരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഞ്ചാവ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നേ ഉപയോഗിക്കാറുണ്ടായിരുന്നു. കഞ്ചാവ് പോലെ പേപ്പറിൽ ചുരുട്ടി വലിക്കേണ്ട മണമുണ്ടാക്കുന്ന ഒരു സംഗതി ഒന്നും രാസലഹരിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ് തേടിയിട്ടായിരിക്കാം ആളുകൾ രാസലഹരിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്, പോലീസ് സംവിധാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ബലഹീനരായിട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ, പല കാര്യങ്ങൾ കൊണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ സമൂഹത്തിന് മുൻപിലേക്ക് പിച്ച് ചീന്താനായിട്ട് ഇട്ടുകൊടുക്കാതെ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിയുക. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ആളുകൾ എന്തുകൊണ്ട് അഡിക്റ്റഡ് ആവുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുക. കോവിഡിന് ശേഷം കാര്യമായിട്ട് തന്നെ ഡ്രഗ് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം പ്രശ്നത്തിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഗവൺമെൻറ് സംവിധാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു രീതിയല്ല വീണ്ടും അവരെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ. ബലഹീനരായിട്ടുള്ള ആളുകളെ പിടിച്ച് സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ നശിപ്പിച്ച് അവരുടെ കരിയറും അവരുടെ തൊഴിലവസരങ്ങളും വീണ്ടും ജീവിക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കി എന്ത് തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്? വീണ്ടും ഏതെങ്കിലുമൊക്കെ ലഹരിയിലേക്ക് ആശ്രയിച്ച് ജീവിതം ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു മനുഷ്യനെ മാറ്റുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1/2 കിലോ 1 കിലോ ഒക്കെ ചില്ലറ വ്യാപാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ആളുകളെ പിടിച്ചിട്ട് നിന്റെ കയ്യിൽ നിന്ന് ആരൊക്കെ വാങ്ങിയിട്ടുണ്ടടാ എന്ന് പേടിപ്പിച്ച് ചോദിച്ച് മനസ്സിലാക്കി ഈ വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് പ്രശ്നമാണ് കാണിക്കുന്നത്? ഇത് നേരെ ചെയ്യേണ്ടത് ഓപ്പോസിറ്റാണ്. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയടാ എന്നെങ്കിലും ചോദിക്കണം. അതിൻ്റെ റൂട്ട് തപ്പിപ്പോകണം. അതെല്ലാം തേടി വന്നിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് തിരിയാം. ഈ സാധനം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുമല്ലോ. പക്ഷേ ഗവൺമെൻറ്റിന് ഇപ്പോൾ കുറച്ച് വയലൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ആഭ്യന്തരം ഒരു പരാജയമാണ് എന്ന് ആളുകൾ പറയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുറച്ച് ബലിയാടുകളെ വേണം. ഇപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമാ മേഖലയിലൊക്കെ വിജയിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ കാരണം ഒരു തന്നെ തകർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് അവർ അങ്ങ് ഇറങ്ങിക്കോളും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്തു സന്തോഷമാണ്. ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഒരാൾ പിടിക്കപ്പെട്ടു, ചെറിയ അളവിലാണ് പിടിക്കപ്പെട്ടത്, അയാൾ കച്ചവടക്കാരനാണെങ്കിൽ ഓക്കെ. ഉപയോഗിക്കുന്ന ഒരാളാകുമ്പോഴത്തേന് എനിക്ക് അതിനകത്ത് ഭയങ്കര സഹതാപമാണ് തോന്നുന്നത്. ജനങ്ങളോടും അതേപോലെ തന്നെ പിടിക്കപ്പെട്ട ആ ഒരു ബലഹീനനായിട്ടുള്ള വ്യക്തിയോടും. കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ തന്നെയാണ്. പക്ഷേ കച്ചവടക്കാരെ പിടിക്കത്തില്ല, ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് സമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെയുള്ള കുറച്ച് വൈകൃത ചിന്താഗതിയുള്ള ചികിത്സ കിട്ടാത്ത മാനസിക രോഗം അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ തങ്ങളെക്കാളിലും മികച്ച രീതിയിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷനായിട്ട് ഇതിനെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെയാണ്. ഒരുത്തൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവൻ കള്ളപ്പണമായിരിക്കും, അല്ലെങ്കിൽ അവൻ കഞ്ചാവായിരിക്കാം. ഇനിയിപ്പോൾ അവൻ കഞ്ചാവ് വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ, അവൻ ഇത്തിരി അഡിക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. നല്ലൊരു വഴി കിട്ടി, വേടന്റെ രാഷ്ട്രീയം പറച്ചിൽ നിർത്താനായിട്ട് നല്ലൊരു വഴി കിട്ടി, അവൻ അഡിക്റ്റഡ് ആണ്. വേടൻ എന്ന ഗായകൻ, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാൾ കടന്നു വന്ന സാഹചര്യം, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ പിടികൂടി എന്ന വാർത്തയ്ക്ക് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് 9 പേരെയാണ് ഒരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ആ ഫ്ളാറ്റ് എന്ന് പറയുന്നത് വേടന്റെ ഫ്ളാറ്റ് അല്ല, അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിന്റെ ഫ്ളാറ്റാണ്. അവിടെ 9 പേരിൽ നിന്നും 6 ഗ്രാം എന്ന് പറയുന്നത്, 6 ഗ്രാം വെച്ചാൽ ഒരു ബീഡി തീർക്കാനുള്ള അത്രയും ഇല്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക. വേടന്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ, വേടൻ എന്ന ഗായകനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. കഞ്ചാവാണോ രാസലഹരിയാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ വേടൻ തന്നെ നേരത്തെ നൽകിയ സന്ദേശത്തിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അപ്പനമ്മമാർ എന്റെ അടുത്ത് വന്ന് പറയുന്നു, അതിൽ നിന്നും നിങ്ങൾ അകറ്റണം എന്ന് പറയുന്നു, ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചേട്ടന്റെ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ് എന്നൊരു ഉപദേശ രൂപയാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് കഞ്ചാവല്ല,
അത് സിന്തറ്റിക് ഡ്രഗാണ്. അതാണ് ഏറ്റവും അപകടകരം. അയാൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിച്ച് കടന്നു പോയിട്ടുണ്ടാകാം ഒരു പക്ഷേ. അവൻ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് അവനെ ബാധിക്കുന്ന കാര്യമാണ്. അവനത് കിട്ടിയ സോഴ്സ് തടയേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ അവൻ ബാക്കിയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ്, അതൊരു തെറ്റാണ്. അതൊന്നുമില്ല, അയാൾ ഒരു ബലഹീനനാണ്. അപ്പോൾ അതുകൊണ്ട് അയാളെ ഇല്ലാതാക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.